ഹലോ ഫ്രണ്ട്സ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDC പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ ഇപ്പം ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ആൻസർ കീ പ്രകാരം ഏതൊക്കെയാണ് ശരിയുത്തരങ്ങൾ എന്നുള്ളത് നോക്കാം. നമുക്ക് ഏകദേശം 5ഓളം ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയുത്തരങ്ങൾ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കിപ്പോവാം. പരീക്ഷ എഴുതിയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കാണുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് പറഞ്ഞങ്ങ് പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ഒന്നാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാടാണ്. രണ്ടാമത്തെ ചോദ്യം, നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ഏതാണ്? ഓപ്ഷൻ എ മേരി ക്യൂറിയാണ് ആൻസറായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് എത്ര അംഗങ്ങളുണ്ട്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 9 പേരാണുള്ളത്. നാലാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാലയാണ്. അഞ്ചാമത്തെ ചോദ്യം, നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണരൂപം എന്ത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. ആറാമത്തെ ചോദ്യം, 1576 നടന്ന ഹാൽഡി ഹട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി റാണ പ്രതാപും അക്ബറും തമ്മിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം 1795 പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ധർമ്മരാജയാണ്. എട്ടാമത്തേത്, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാജ്നാഥ് സിംഗ് ആണ് വരുന്നത്. ഒൻപതാം ചോദ്യം, ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ആണ്. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ യുനെസ്കോ സാഹിത്യ നഗരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഈ ഓപ്ഷൻസിൽ? ഓപ്ഷൻ ബി കോഴിക്കോടാണ് വരുന്നത് കേട്ടോ. 11, ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത്? ഓപ്ഷൻ എ ജനുവരി 16 വരുന്നത്. 12ാമത്തെ ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതെന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്ത ആദ്യത്തെ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 13, ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കേരളമാണ്. 14ാമത്തെ ചോദ്യം, കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കൈരളിയാണ്. 15, കേരളത്തിൽ ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴയാണ്. 16ാമത്തെ ചോദ്യം, കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇൻസ്റ്റാഗ്രാം ആണ്. 17ാമത്തെ ചോദ്യം, റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എംറൂബ് ആണ്. 18, ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താണ്? വീരാങ്കന ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷനാണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 19, 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ. 20ാമത്തെ ചോദ്യം, ലോക ബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 നിയമിതനായ ഇന്ത്യക്കാരനാരാണ്? ആൻസർ ഓപ്ഷൻ സി രാകേഷ് മോഹനാണ്. അടുത്ത ചോദ്യം, 21ാമത്തെ ചോദ്യം, സ്വർണ്ണക്കമൽ പുരസ്കാരം നൽകുന്ന ഏത് വിഭാഗത്തിലാണ്? ഈ ഒരു ചോദ്യവും ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി മുത്തയ്യ മുരളീധരൻ. 23, അഭിനവ കേരളം എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? ഓപ്ഷൻ ഡി വാക്ഫടാനന്ദൻ. 24, കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത ആരാണ്? ഓപ്ഷൻ എ അടൽ ബിഹാരി വാജ്പേയി. 25ാമത്തെ ചോദ്യം, ഹരിതഗ്രഹ വാതകം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് കേട്ടോ. 26, അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോക്പാലിൽ എത്ര അംഗങ്ങളാണുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി 8 പേരാണുള്ളത്. 27ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഭൂമിയുടെ ഏത് ഭാഗത്തിന് മുകളിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ ബി അന്റാർട്ടിക്കയാണ്. 28ാമത്തെ ചോദ്യം, സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ 124 ആണ്. 29ാം ചോദ്യം, റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ് യാത്രീമിത്ര സേവയാണ്. 30ാം ചോദ്യം, ഇന്ത്യൻ ഗവൺമെൻറ് വികസിപ്പിച്ചെടുത്ത പുതിയ COVID-19 വാക്സിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ സൈക്കോവിഡ് ആണ്.
31 ISROയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേരെന്താണ്? ഗഗൻയാൻ. ഓപ്ഷൻ സി ഗഗൻയാൻ ആണ്. 32 ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ എ ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ ആണ്. 33 കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം? ഓപ്ഷൻ ബി കൊയിലാണ്ടിയിലാണ്. 34ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഫിലമെൻ്റ് ബൾബ് വിമുക്ത ഗ്രാമം എന്നുള്ള ചോദ്യമാണ്. അത് ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 35ാമത്തെ ചോദ്യം സ്വർണത്തിൻ്റെ അറ്റോമിക ചിഹ്നം എത്രയാണ്? ഓപ്ഷൻ എ ആണ്, AU ആണ് വരുന്നത്. 36 പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി ദീപ മാലിക് ആണ്. 37 കാറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അനിമോളജിയാണ്. 38 യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി കർണാടകയുടെ നൃത്തരൂപമാണ്. 39 2023 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയാണ്. 40ാമത്തെ ചോദ്യം വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന്? ആൻസർ ഓപ്ഷൻ ബി ടീം ബേണേഴ്സ്-ലീ ആണ് വരുന്നത് കേട്ടോ. 41 തന്നിരിക്കുന്ന സംഖ്യകളിൽ 1ൻ്റെ സ്ഥാനത്ത് നിന്ന് 3 വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? മാത്സ് ആണ്. ഓപ്ഷൻ സി 7⁵35 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 42 24 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വയർ വളച്ചുണ്ടാക്കുന്ന ചതുരത്തിൻ്റെ പരമാവധി പരപ്പളവ് എത്രയാണെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 36 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. 43ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 12 14 16 ആണ് വരുന്നത്. മാത്സ് ആയതുകൊണ്ട് ഓപ്ഷൻസ് പറയുവാണേ. 44ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 8 ദിവസങ്ങളാണ് വരുന്നത്. 45ൻ്റെ ആൻസർ ഓപ്ഷൻ സി 70 മീറ്ററാണ് വരുന്നത്. 46ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ബി 9% വരുന്നത്. 47ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 210 ആണ്. 48ൻ്റെ ആൻസർ ഓപ്ഷൻ എ 56 ആണ്. 49ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 4 ആണ് വരുന്നത്. 50ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി 15 ആണ് വരുന്നത് കേട്ടോ. അടുത്തത് ഇൻ ഇംഗ്ലീഷാണ്. 51ാമത്തെ ചോദ്യം ചൂസ് ദ റൈറ്റ് ആൻസർ. ഹി ലൈക്ക്ഡ് ദ പെയിൻറ്റിങ് അറ്റ് ഫസ്റ്റ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 52 ഇഫ് ഐ ഡാഷ് എവറിത്തിങ് അബൌട്ട് ഹിം ഐ വുഡിൻ ഹാവ് കെയർഡ് ഫോർ ദീസ് സില്ലി മാറ്റേഴ്സ്. അപ്പം ഇഫ് ഐ ഹാഡ് നോൺ ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ഹാഡ് നോൺ ആണ് വരുന്നത്. 53ാമത്തെ ചോദ്യം ഹി ഹാസ് ഗോട്ട് ദ ലയൺസ് ഷെയർ ഓഫ് ദ പ്രോപ്പർട്ടി എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 54 ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 8 o'clock ദിസ് മോർണിംഗ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത് 54ൻ്റെ ആൻസർ. 55 അയൺ ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ഓഫ് ഓൾ മെറ്റൽസ് എന്നാണ്. ഓപ്ഷൻ എ മോസ്റ്റ് യൂസ്ഫുൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 56 വാട്ട് ഈസ് ദ കളക്റ്റീവ് നോൺ ഓഫ് പെൻഗ്വിൻ? ഓപ്ഷൻ എ കോളനി ആണ് വരുന്നത്. 57 ഹീ സെഡ് ടു മീ പ്ലീസ് ലെൻഡ് മീ യുവർ ബൈസൈക്കിൾ ഫോർ എ ഡേ ക്യാൻ ബി റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ആൻസർ ചെയ്താണ് ഓപ്ഷൻ സി ആണ്. ഹീ റിക്വസ്റ്റഡ് മീ ടു ലെൻഡ് ഹിം മൈ ബൈസൈക്കിൾ ഫോർ എ ഡേ ആണ് വരുന്നത്. അടുത്തത് 58ാമത്തെ ചോദ്യം വൺ ഓഫ് ദ ഫോട്ടോസ് വാസ് ലോസ്റ്റ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ വാസ് ആണ് വരുന്നത്. 59 വരുന്നത് ജോന കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് ഫ്രം എ യൂണിവേഴ്സിറ്റി ഇൻ ഫ്രാൻസ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ ബി എ ആണ് വരുന്നത്. 60ാമത്തെ ചോദ്യം ഹി ഹാസ് റിട്ടൺ ആൻസേഴ്സ് കറക്റ്റ്ലി എന്നതിൻ്റെ അഡ്വർബ് ഏതാണെന്നാണ്? ഓപ്ഷൻ ഡി കറക്റ്റ്ലി എന്നാണ് വരുന്നത്. 60ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കറക്റ്റ്ലി ആണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് 61 പോവാം. 61 മലയാളമാണ്. താഴെ തന്നിരിക്കുന്ന ശുദ്ധരൂപം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ അധകൃതനാണ് വരുന്നത്. 62 ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ സി അഗ്രഗണ്യനാണ് വരുന്നത്. 63 താഴെ തന്നിരിക്കുന്ന പക്ഷാപാതപരമായ പെരുമാറ്റം എന്ന ആശയം വരുന്ന ശൈലി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചിറ്റമ്മ നയമാണ് വരുന്നത്. 64 അദ്രി എന്ന പദത്തിൻ്റെ സമാന പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പർവ്വതമാണ് വരുന്നത്. 65 അഗ്നി എന്ന പദത്തിന് പര്യായമായി വരുന്ന പദക്കൂട്ടം ഏത്? ആൻസർ ഓപ്ഷൻ ബി അനലൻ വഹിനി എന്നിവയാണ്. 66 സുന്ദരദൃഷ്ടി എന്ന പദം ഘടകങ്ങളാക്കുമ്പോൾ വരുന്നത്. ഇതും ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 66ാമത്തെ ക്വസ്റ്റിനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 67ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ആലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങൾ കണ്ടെത്തും. ആൻസർ ഓപ്ഷൻ ഡി മക്കളാണ് വരുന്നത്. 68 ഏകത്വം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ നാനാത്വമാണ് വരുന്നത്. 69 ഫിഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫിഷുകിയാണ് വരുന്നത്. 70ാം ചോദ്യം അഫി പ്ലസ് ഉദയം എന്ന പദം ചേർത്ത് എഴുതുമ്പോൾ വരാവുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അഫ്യുദയമാണ് വരുന്നത് കേട്ടോ. ഇനി 71ാമത്തെ ചോദ്യം
ഉപയോഗപ്രദമായി തോന്നിക്കുകയും പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലെ ഫയലുകളുടെ വിവരങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ട്രോജൻ ഹോഴ്സ് ആണ്. 72 C++ ലാംഗ്വേജിൽ കീവേഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആഡ് ആണ് വരുന്നത്. 73 x=2 ആണെങ്കിൽ x+10 ൻ്റെ വില എന്തെന്ന് കണക്കാക്കുക? ആൻസർ ഓപ്ഷൻ ഡി 12 ആണ് വരുന്നത്. 74 വ്യത്യസ്ത പ്രോട്ടോക്കോളുകളുള്ള നെറ്റ്വർക്കുകളെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഗേറ്റ്വേ ആണ്. 75 ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻ ബി വിൻഡൻ ഗ്രേ സർഫ് ആണ് വരുന്നത്. 76 ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഗൂഗിൾ ആണ് വരുന്നത്. 77 താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ഉബണ്ടു ആണ് വരുന്നത്. 78 താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ഇൻപുട്ട് ഡിവൈസായി പ്രവർത്തിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്കാനർ ആണ് വരുന്നത്. 79 ഒരു ടൗൺ പരിധിയിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളെ കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്ക് സംവിധാനത്തിൻ്റെ പേരാണ്? ഓപ്ഷൻ സി മാൻ ആണ് വരുന്നത്. 80-ാം ചോദ്യം ISCII പൂർണ്ണരൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ് വരുന്നത് കേട്ടോ. 81 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രകലാരൂപം? ഓപ്ഷൻ ഡി കൂടിയാട്ടമാണ്. 82 കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ചിങ്ങം 1 ആണ്. 83 തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്? ഓപ്ഷൻ ബി ശക്തൻ തമ്പുരാനാണ്. 84 ജ്ഞാനപ്പാനയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരിയാണ്. 85 ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ചെമ്പരത്തിയാണ്. 86 ഐതിഹ്യമാലയുടെ രചയിതാവ്? ഓപ്ഷൻ എ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. 87 അന്യോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ബി കടവല്ലൂർ ക്ഷേത്രമാണ്. 88 കാവുതീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 89 കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ സി സാമൂതിരി മാനവേദനാണ്. 90-ാമത്തെ ചോദ്യം പാടകത്തിന് അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചാക്യാർ കൂത്താണ്. 91 12 വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ വെച്ച് നടക്കുന്ന ഉത്സവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മാമാങ്കമാണ്. 92 കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മുഖമാസിക? ഓപ്ഷൻ സി ക്ഷേത്ര ദർശനമാണ്. 93 കേരളത്തിലെ വാമനക്ഷേത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തൃക്കാക്കരയാണ്. 94 ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഗുരുവായൂരാണ്. 95 ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇരിങ്ങാലക്കുടയിലാണ്. 96 കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ്സ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ രേവതി പട്ടത്താനമാണ്. 97 മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ സി കോഴിക്കോടാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം. 98 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 98 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 99 കഥകളിയുടെ ഉപജ്ഞാതാവായി കരുതുന്ന ആരാണ്? ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാനാണ്. 100-ാമത്തെ ചോദ്യം തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1949 ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LDCയുടെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടുള്ള ആൻസേഴ്സ് ഇത്രയുമാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഉപകാരപ്പെടുന്നതാണ്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. താങ്ക് യു ഓൾ.